എന്റെ വായിൽ നീ എന്നെ അത്ര നികൃഷ്ടമായിട്ടാണ് നീ സംസാരിക്കുന്നത് എന്നെ പറ്റി. എന്റെ കുടുംബത്തിൽ കയറി നീ കളിച്ചു. നീ ഒരുത്തിയാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന്, എന്റെ ഫ്രസ്ട്രേഷൻ, എന്റെ മാനസികാവസ്ഥയ്ക്കും കാരണം. നീ ഒരുത്തിയാണ് എന്റെ കുടുംബത്തിൽ കയറി കളിച്ചത്. നീ ഒരുത്തി മക്കളെ തമ്മി തെല്ലിച്ച്, മക്കളെ അമ്മയെ തമ്മി കരച്ചിൽ നാടകങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഗർജിക്കുന്ന ചിങ്കിണിയായിട്ട് രേണുസുതി കളത്തിലിറങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, രേണുസുതി വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കാണാൻ ഇരുന്നാൽ മതിയേ. അല്ലാത്തവർ ദൈവത്തെ ഓർത്ത് അങ്ങോട്ട് സ്കിപ്പ് അടിച്ചങ്ങോട്ട് പോവുക. മനസ്സിലായില്ലേ? അല്ലാതെ ഒരു കാരണവശാലും കമന്റ് ബോക്സിൽ വന്നിരുന്ന് നിർത്ത് ബ്രോ, മതി ബ്രോ, എന്ത് കാര്യത്തിനാണ് നിങ്ങളുടെ സമയം കളയുന്നത്? അതുകൊണ്ട് ആ തുടക്കത്തിൽ തന്നെ ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് അതങ്ങോട്ട് പറഞ്ഞത്. രേണുസുതി അല്ലാതെ വേറെ പല പരിപാടികളും നമ്മൾ ചെയ്യാറുണ്ടേ, രാഷ്ട്രീയപരമായിട്ടുള്ളത്, അതല്ലാതെ സോഷ്യൽ ആയിട്ടുള്ള കോണ്ടന്റുകൾ. അതൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ചാടിക്കേറി വന്നിരുന്ന് കണ്ടാൽ മതി പ്രിയപ്പെട്ടവരെ. ഈ ആവശ്യമില്ലാത്ത കുന്ത്രാണ്ടം സാധനങ്ങൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കാണാതിരിക്കണ്ട കേട്ടോ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കുറച്ചു മുമ്പ്, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ്, രേണുസുതി കരച്ചിലൊക്കെ മാറ്റിവെച്ച് ഇപ്പൊ ഗർജിക്കുന്ന ചിങ്കിണിയാ. ഷെഫീന ബീവി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, അവരെ അങ്ങോട്ട് ആട്ടി തുപ്പി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. രേണു ചേച്ചി, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. മൂന്നാമതൊരാള് ഇടപെട്ട് നിങ്ങളും നിങ്ങളുടെ മകനും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തെ ഇല്ലാതെയാക്കി നിങ്ങൾക്കെതിരെ അവനെ കൊണ്ട് അങ്ങോട്ട് ഛർദിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പോരായ്മ തന്നെയാണ്. ഉള്ള കാര്യം പറയാലോ, മനസ്സിലായില്ലേ? അതിപ്പം ഏതൊരു ബന്ധത്തിലും, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക, ഏതൊരു ബന്ധത്തിലും മൂന്നാമതൊരുത്തൻ കയറി വന്നിട്ട്, അല്ലെങ്കിൽ മൂന്നാമതൊരുത്തി കയറി വന്നിട്ട് വിള്ളലുണ്ടാക്കി അതിൻ്റെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെയൊക്കെ തന്നെ പ്രശ്നങ്ങളാണേ. പിടികിട്ടിയോ? ഇപ്പൊ രേണുചുച്ചിയുടെ കാര്യത്തില് രേണുചുച്ചി ആ ചെറുക്കിനെ മറ്റേ വല്ലപ്പോഴും 200-300 കൊടുക്കുന്നതല്ലാതെ വലിയ സ്നേഹമൊന്നുമില്ല. ഓക്കെ, അത് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. ഞാൻ ഈ പറയുന്നത് ഒരു പോസിബിലിറ്റി മാത്രമാണ്. രേണു ചേച്ചി പറയുന്ന കണക്ക് ഷെഫീന ഇത്ത അങ്ങോട്ട് കയറി വന്ന് കുളം കലക്കിയതാണെങ്കിൽ നിങ്ങൾ തന്നെ വഴിവെട്ടി കൊടുത്തിട്ടാ. മനസ്സിലായോ? പക്ഷേ കിച്ചു ഇപ്പൊ ഈ വന്ന് കഥ പറഞ്ഞതിനകത്ത് ഷെഫീന ബീവി എന്ന് പറയുന്ന ആളുടെ പങ്ക് എനിക്കത് മനസ്സിലാവുന്നില്ല. എന്താണ് ഈ സ്ത്രീ ഇങ്ങനെ പറയുന്നതെന്ന്. എന്താണെങ്കിലും രേണു ചേച്ചി പറയുന്ന ആ ഗർജിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക, കമന്റ് ബോക്സ് ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കൂടാതെ നമ്മുടെ കമന്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സാധനം കാണാൻ പറ്റും, അതിലും നിങ്ങൾ ക്ലിക്ക് ചെയ്തേക്കുക. നാക്ക് മൊത്തത്തിൽ ഉടക്കുന്നല്ലോ രേണു ചേച്ചിയുടെ കാര്യം പറയുമ്പോൾ. രേണു ചേച്ചി തുടങ്ങിയാലോ നമുക്ക്? അപ്പൊ ദേ പിടിച്ചോ. ഷഫീന ബീവി അല്ലെ, തെറുത്താത്തയുടെ ശ്രദ്ധയ്ക്ക്. ഈ തെറുത്താത്തേനെ കുടുംബത്തിൽ കയറ്റുന്നവരെ ശ്രദ്ധിക്കുക. ആ കുടുംബത്തെ നിങ്ങൾ ദയവ് ചെയ്ത് കയറ്റി ഇവരുമായിട്ട് സൗഹൃദം കൂടിയ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കുടുംബം ചിന്ന ഭിന്നമായി പോകും. നിങ്ങൾ ഇപ്പൊ എഴുതി വെച്ചോ, ആര് കുടുംബത്തിൽ കയറ്റിയാലും ഇവരെ നിങ്ങൾക്ക് അറിയാത്ത കൊണ്ടാണ്. എന്നെ നെഗറ്റീവ് പറയുന്നതുകൊണ്ട് എന്നെ ഇഷ്ടമില്ലാത്ത കുറെ പേരെടുത്ത്. രേണു ചേച്ചി, ഒരു ഡൗട്ട്. അപ്പൊ രേണു ചേച്ചി ഈ വ്യക്തിയെ കുടുംബത്തിൽ കയറ്റിയിട്ടുണ്ടോ? അല്ല, അറിയാൻ പാടില്ലാത്തോണ്ടാ ചേച്ചി തന്നെ പറയുന്നു കുടുംബത്തിൽ കയറ്റി ആ കുടുംബം മുടിച്ചു കളയുമെന്ന്. ചേച്ചി കയറ്റിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ ഇപ്പൊ ഈ കുടുംബം മുടിഞ്ഞു പോയത്? അറിയാൻ പാടില്ല. ചേച്ചി പറ, കയറ്റിയായിരുന്നു എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട്? ഒരു സംശയം. പിന്നെ ഷെഫീന ബേബിയോടായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ ഒന്നെങ്കിൽ ഷെഫീന ബേബിയെ വിളിച്ചു പറയുക, അല്ലെങ്കിൽ അവർക്ക് ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് ഇടുക. അതല്ലാതെ ഈ ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോം, അതിൽ നിങ്ങളുടെ അക്കൗണ്ട് വഴിയൊക്കെ ഈ സാധനം ഇട്ട് നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കേണ്ട കാര്യം. നാട്ടുകാർക്കെല്ലാം കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറ. മനസ്സിലായോ? ഷെഫീന ബീവി നിങ്ങൾ കേൾക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് എന്തിനാ? മനസ്സിലായില്ല. കിളി പോയാ? ബാക്കി കേൾക്കാം. തലയിൽ വെക്കുന്ന അല്ലാതെ ഇവരാരാണെന്ന്, എന്താണ് ഇവർക്ക് ദുബായിൽ എന്തായിരുന്നു ബിസിനസ് എന്നൊക്കെ നമ്മൾ ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. മനസ്സിലായോ? ഇവരെ പറ്റി ഇവരുടെ പേര് പോലും ഞാൻ പറഞ്ഞ ഇവർക്ക് റീച്ചാണ്. ഇവരിപ്പം കുറെ പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും ലൈഫും കുടുംബവും നശിപ്പിച്ച് കഴിഞ്ഞിട്ട് എന്നെ പിടിച്ചേക്കുവാണ്. നിന്റെ ഇതിൽ വീഴുന്നവളല്ല രേണുസുതി, മനസ്സിലായോ? നീ കുറെ കിടന്ന് കളിക്കും. നിനക്ക് എന്താ അറിയണ എന്റെ പെട്ടിക്കകത്ത് എന്താ? നാടി പെട്ടിക്കകത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്റെ കുറച്ച് അണ്ടർ ഗാർമെന്റ്സും ഉണ്ട്, കുറച്ച് ഡ്രസ്സും ഉണ്ട്, പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേന് കുറച്ച് മുട്ടായി, ഋതപ്പനൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്ന മുട്ടായി, കുറെ പേര് നല്ല മുട്ടായിയൊക്കെ തന്നുവിടുന്ന ആ മുട്ടായി. ഇതൊക്കെ നിന്നെ എന്തിനാണ് ഞാൻ ബോധിപ്പിക്കുന്നത്? അല്ല, ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല രേണു ചേച്ചി. ഒരു കാര്യം ചോദിച്ചോട്ടെ, കുറെ പേര് തന്നുവിടുന്ന മുട്ടായിയോ? അപ്പൊ സ്വന്തമായിട്ട് നിങ്ങൾ പിള്ളേർക്കൊന്നും മേടിക്കാറില്ലായോ?
അവിടുന്ന് കിട്ടുന്ന കാശിനൊന്നും ഒന്നും മേടിക്കത്തില്ലായോ? ഇപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അതും കൊണ്ട് പോകാനിരിക്കുവാണോ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാതെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടല്ലോ, ആ സ്ത്രീ തന്നെയാ പറയുന്നത് ആരൊക്കെയോ കുറെ തരുന്ന മുട്ടായി എല്ലാം വാരിപ്പൊത്തി വീട്ടിലോട്ട് പോകുമെന്ന്. സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കിയ പിള്ളേർക്കൊന്നും മേടിച്ചു കൊടുക്കത്തില്ല. പിന്നെ നിങ്ങൾ വിളിക്കുന്ന തെറുത്താത്ത ഷെഫീന ബീബി, അവർക്ക് ദുബായിൽ എന്തോ പരിപാടി. നമുക്കറിയാൻ പാടില്ല അതിനെപ്പറ്റി ഒന്നും. നമുക്കറിയാൻ പാടില്ല. അറിയാത്ത കാര്യത്തെപ്പറ്റി മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ തെളിവ് സഹിതം പുറത്തോട്ടിട്. അത്രേ എനിക്ക് പറയാനുള്ളൂ. നമുക്കൊന്നും അറിയാൻ പാടില്ല. ഓക്കെ രേണുസുതി. പിന്നെ രേണുസുതിയുടെ അവിടുത്തെ പരിപാടികൾ അത് നമുക്കറിയത്തില്ല. സംശയം അത് നമ്മൾ ചോദിക്കും രേണുസുതി. ഇപ്പോഴും ഞാൻ ചോദിക്കും, ഒരു ഇനാഗുറേഷന് ഒരു വ്യക്തിയെ ദുബായിലേക്കോ ഏത് പുറത്തുള്ള എങ്ങോട്ട് കൊണ്ടുപോയാലും ഇനാഗുറേഷൻ കഴിഞ്ഞ് ഒരു 2 ദിവസം കൂടി പോയാൽ നിർത്തും, പ്രൊമോഷന്റെ എന്തെങ്കിലും കാര്യത്തിന് വീഡിയോ ഒക്കെ എടുക്കാനും ഒക്കെ ആയിട്ട്. പക്ഷെ രേണുസുതിയുടെ കേസിൽ അതല്ല നടക്കുന്നത്. 10-14 ദിവസം അങ്ങ് പ്രൊമോഷനാ. എന്ത് പ്രൊമോഷനാ? അതാ എനിക്ക് അറിയാൻ പാടില്ല. എന്ത് പ്രൊമോഷനാ അവിടെ? ആകെ ഒരു സ്ഥാപനത്തിന്റെ ഇനാഗുറേഷൻ അല്ലേ പോയത് ചേച്ചി? അതല്ലാതെ വേറെ ഇനാഗുറേഷനെ പറ്റിയൊന്നും പറഞ്ഞു കേട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് അവിടെ കിടന്ന് 1-2 ഡാൻസ് മറ്റേ തുള്ളി കളിക്കുന്നതും അതിന്റെ 1-2 പ്രൊമോഷൻ വീഡിയോയും കണ്ട് ഇതെടുക്കാനാണോ ഈ 14 ദിവസം? പൊട്ടന്മാരല്ല നാട്ടുകാര്. ചോദ്യങ്ങൾ പലതും വരുവേ. അത്രേ ഉള്ളൂ. ബാക്കി കേൾക്കാം. ബോധിപ്പിക്കേണ്ടവരെ ബോധിപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് കയറി ഇറങ്ങുന്നത്. മനസ്സിലായോ? അല്ല, നീ അവിടെ ഇരുന്ന് കാലും വയ്യാതെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് എഴുന്നേറ്റ് മുള്ളാൻ പോലും പോകാതെ ഇരുന്ന് പറയുന്ന പോലല്ല ഞാൻ അന്തസ്സായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ചേച്ചിയെ പോലെ അന്തസ്സായിട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ചേച്ചി. ഇടയ്ക്കൊക്കെ അവരെ പൊക്കാറുമുണ്ട് എയർപോർട്ടിൽ. സ്വർണം ഇല്ലെങ്കിൽ വേറെ ലഹരി പരിപാടികൾ ഇങ്ങനെ പലതും ഇവിടെ നടക്കാറുണ്ട് ചേച്ചി. അതൊക്കെ പോട്ടെ, അതൊക്കെ വിട്. അതിലോട്ടൊന്നും പോകണ്ട ചേച്ചി. അത്ര വലിയ ക്രിമിനൽ ആക്ടിവിറ്റിയിലൊന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചോദ്യം ഇത്രേ ഉള്ളൂ, ഒരു സ്ഥാപനത്തിന്റെ ഇനാഗുറേഷന് പോയാൽ എത്ര ദിവസം കൂടി പോയാൽ ആ സ്ഥാപനം അവിടെ പിടിച്ച് നിർത്തും? 2-3 ദിവസം. ചേച്ചിയുടെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ദിവസങ്ങൾ. ആർക്കാണെങ്കിലും സംശയം വരും. മിസ് രേണുസുതി കേട്ടോ. സോറി രേഷ്മ പി തങ്കച്ചോ, ക്ഷമ ചോദിക്കുന്നു. രേണുസുതി എന്ന് വിളിച്ചതിനകത്ത് ക്ഷമിക്ക്. ആർക്കാണെങ്കിലും സംശയം തോന്നും. നാട്ടുകാർ പൊട്ടന്മാരല്ല. നമ്മളും ഒക്കെ കണ്ടിട്ടുണ്ട് പല ആളുകൾ പ്രൊമോഷന് പോകുന്നത്. നമ്മൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് പല ആളുകൾ പ്രൊമോഷന് വരുന്നതും ഒക്കെ നമുക്കറിയാം. അത്യാവശ്യം വലിയ കൂടിയ സെലിബ്രിറ്റീസ് ആണെങ്കിൽ വരും, ഇനാഗുറേഷൻ കഴിയും, അടുത്ത ദിവസം ഇല്ലെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് വരെ പിടിച്ച് പോരും. ചേച്ചിയുടെ കാര്യത്തിൽ ചേച്ചിയെ അവർക്ക് വേണ്ടത് പ്രൊമോഷണൽ വർക്കിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, 1-2 ദിവസം ഇത് ഇങ്ങനെ അങ്ങോട്ട് നീണ്ടു കിടക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ കൂടെ വേറെ പരിപാടികൾ ആരാണെങ്കിലും ചിന്തിക്കും രേണുസുതി. അത്രേ ഉള്ളൂ. ബാക്കി കഥ കേൾക്കാം നമുക്ക്. നിന്നെ ഇങ്ങനെ പറയരുതാത്തതാണ് ഞാൻ. പക്ഷെ എന്റെ വായിൽ നീ എന്നെ അത്ര നികൃഷ്ടമായിട്ടാണ് നീ സംസാരിക്കുന്നത് എന്നെ പറ്റി. എന്റെ കുടുംബത്തിൽ കയറി നീ കളിച്ചു. നീ ഒരുത്തിയാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന്, എന്റെ ഫ്രസ്ട്രേഷൻ, എന്റെ മാനസികാവസ്ഥയ്ക്കും കാരണം. നീ ഒരുത്തിയാണ് എന്റെ കുടുംബത്തിൽ കയറി കളിച്ചത്. നീ ഒരുത്തി. മക്കളെ തമ്മി തല്ലിച്ച്, മക്കളെ അമ്മയെ തമ്മി തല്ലിച്ച് നീ ആസ്വദിക്കുന്നുണ്ടല്ലോ ഇപ്പൊ. നീ ആസ്വദിക്കടി. നീ ഒരു കുടുംബത്തിൽ കയറി നീ ആ കുടുംബങ്ങൾ തമ്മിൽ ഇല്ലാതാക്കിയിട്ട് എന്റെ ഫാമിലിയെയും മറ്റേ ഫാമിലിയെയും തമ്മിൽ അടുപ്പിച്ച്, മക്കളെയും തമ്മിൽ അടുപ്പിച്ച് നീ ഗുണം പിടിക്കത്തില്ലടി ഒരിക്കലും. നീ ഗുണം പിടിക്കത്തില്ല. ഇത് കൂടുതലൊന്നും രേണുസുതിക്ക് പറയാനില്ല. നാശം പിടിച്ചവളെ. അങ്ങനെ രേണുസുതിയുടെ പ്രാക്ക് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ പ്രിയപ്പെട്ടവരെ. ഈ അവസാനം രേണുസുതി പറഞ്ഞ കാര്യമില്ലേ? അല്ല, ചില ആൾക്കാരങ്ങനെ ഉണ്ട്. നിങ്ങൾക്കും അറിയായിരിക്കും. ചില ആൾക്കാരുണ്ട് ഒരു കുടുംബം ഇല്ലാതെയാക്കാൻ. ചില നികൃഷ്ട ജന്മങ്ങൾ ഉണ്ട്. നമുക്കറിയാം, ഉണ്ട് ചില ആൾക്കാർ. മനസ്സിലായില്ലേ? നമ്മളോടൊക്കെ ഉള്ള വൈരാഗ്യങ്ങൾ ചിലപ്പോൾ തീർക്കുന്ന ആ കുടുംബം തന്നെ ഇല്ലാതാക്കിയിട്ടായിരിക്കും. അങ്ങനെ ചില ടീമുകളുണ്ട്. പക്ഷെ ഇവിടെ രേണുസുതിയുടെ കാര്യത്തിൽ ഈ ഷെഫീന ബീവിക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ രേണുവിനെയും കിച്ചുവിനെയും തമ്മിൽ തല്ലിക്കണമെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങളിലൂടെ ആയിരിക്കണ്ടേ അത് ചെയ്യുന്നത്. ഇത് കിച്ചു എന്ന് പറഞ്ഞത് അവൻ ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? അവൻ അനുഭവിച്ച കാര്യങ്ങളാണ് അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞതിനകത്ത് മൊത്തത്തിൽ സത്യമുണ്ടോ എനിക്കറിയാൻ പാടില്ല. ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാം. ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് മാത്രം അങ്ങനെ പറഞ്ഞു. എന്ന് വെച്ചിട്ട് അവൻ പറഞ്ഞ എല്ലാത്തിനെയും കൂടെ അങ്ങോട്ട് തള്ളിക്കളയുവാണെന്നൊന്നും അല്ല. രേണു ചേച്ചിയുടെ സ്വഭാവം നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ഒരു സംശയ കണ്ണോടുകൂടി തന്നെ എന്തായാലും കാണത്തുള്ളൂ. മനസ്സിലായില്ലേ? അത് ഉറപ്പുള്ള കാര്യമാണ്. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. പക്ഷെ എന്നിരുന്നാലും ചില ആളുകളുണ്ട്. ഞാൻ ഒരു കാരണവശാലും ഷെഫീന ബീവി അങ്ങനെ ചെയ്തെന്നല്ല കേട്ടോ പറയുന്നത്. ഇനിയിപ്പോൾ ചില ആളുകൾ പറയും ഞാൻ അങ്ങനെ സൈക്കോ പറഞ്ഞു, യൂഷ്വൽ സൈക്കോ പറഞ്ഞു.
ഷെഫീന ബീവിയെ മോശം പറഞ്ഞു, അങ്ങനൊന്നും അല്ല. ഷെഫീന ബീവിയെ ഞാനൊരു മോശം പറയുന്നില്ല. ഓക്കെ, അവരാണ് ഈ പരിപാടി ചെയ്യുന്നത്, ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും. ഷെഫീന ബീവി ചെന്നിട്ട് കിച്ചുവിനെ തിരികേറ്റിയിട്ട് മറ്റേ പിരികേറ്റിയിട്ട് അവൻ പറഞ്ഞതാണെന്ന് എനിക്കറിയില്ല. അറിയാത്ത കാര്യത്തെ പറ്റി ഞാൻ എന്തിനാ പറയാൻ നിൽക്കുന്നത്? ഞാൻ പറയത്തുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില ആളുകളുണ്ട്, അതുണ്ട്, അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ചില ആളുകൾ ഇങ്ങനെയുള്ളവർ ഉണ്ട്, എല്ലാ കാലത്തും ഇങ്ങനെയുള്ള ചില ആളുകൾ ഉണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. പിടികിട്ടിയോ? അപ്പം അതില്ല എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ വീണ്ടും പറയുന്നു, രേണുസുതി കംപ്ലീറ്റ് വെടിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം കിച്ചു പറഞ്ഞ പല കാര്യങ്ങൾക്കും രേണുവിന് പ്രോപ്പറായിട്ടുള്ള മറുപടിയില്ല. ഈ കഴിഞ്ഞ ദിവസം പോലും മറ്റേ 5 സ്റ്റാർ ഹോട്ടലിന്റെ കേസ് മാത്രം പിടിച്ചോണ്ടാ ചേച്ചി ഇരിക്കുന്നത്. ചേച്ചിയും ചേച്ചിയുടെ കുറെ ശിങ്കിടികളും കുറെ അടിമകളും അതേ പിടിച്ചോണ്ടിരിക്കുന്നുള്ളൂ. നേരെ മറിച്ച് അവൻ അതിനകത്ത് പറഞ്ഞ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കൊറോണ സമയത്ത് അവന്റെ അച്ഛൻ കടം മേടിച്ചിട്ടാണ് രേണുവിന്റെ അച്ഛനെയും അമ്മയെയും, ഓക്കെ അച്ഛനെയും അമ്മയും നോക്കിയതൊക്കെ, രേണുവിനെയും കൊച്ചിനെയും ഒക്കെ നോക്കിയതൊക്കെ, ചേച്ചിയെയും ചേച്ചിയുടെ ഭർത്താവിനെയും പിള്ളാരെയും നിങ്ങളൊന്ന് ആലോചിക്കണം. അതിനെപ്പറ്റി രേണുസുതിക്ക് ഒന്നും പറയാനില്ല. എന്താണെങ്കിലും ഈ ഇപ്പൊ നിങ്ങൾ കണ്ട വീഡിയോ അടി വന്നൊരു കമന്റ് ആണ്, അത് കാണിച്ചിട്ട് ബാക്കി വീഡിയോകളിലേക്ക് പോവാം. പ്രധാനപ്പെട്ട ഒരു കമന്റ്, അതുകൊണ്ടാണ്. രേണു ചേച്ചി തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ടേ. ഫസ്റ്റ് ഇതാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. കിച്ചു സുതി പറഞ്ഞതിനൊന്നും താങ്കൾക്ക് മറുപടി പറയാനില്ലേ? ഒരാൾ വളരെ മാന്യമായിട്ടൊരു ചോദ്യം ചോദിച്ചു. ഉടനെ രേണുവിന്റെ റിപ്ലൈ ആണ്, സൗകര്യം ഇല്ലടി, സൗകര്യം രേണു ചേച്ചിക്ക് സൗകര്യം ഇല്ലെന്ന് പറയാനായിട്ട്. എന്തുകൊണ്ടാ? പറയാനൊന്നും ഇല്ല. നീ അത് പറയണമെങ്കിൽ നീ നാട്ടിൽ വന്നിട്ട് ഈ മാനേജർ ഉണ്ടല്ലോ കരിഷ്മ ജിയോടും വേറെ ഫ്രണ്ട്സിനോടും ഒക്കെ ചോദിച്ച് എങ്ങനെയാ മക്കളെ, എങ്ങനെ വെളുപ്പിക്കോ അവനാ പറഞ്ഞതിനെ എന്ന് ചോദിച്ചു ആ വെളുപ്പിക്കൽ കഥ അത് കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ചേച്ചിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ. അല്ലാതെ ചേച്ചിക്ക് മുണ്ടാൻ പറ്റത്തില്ല, മുണ്ടിക്കഴിഞ്ഞാൽ പാളും. പിടികിട്ടിയോ? ഇപ്പൊ ചേച്ചിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചുമ്മാ കുറച്ച് കണ്ണീരൊഴുക്കുക, ഷെഫീന ബീവിയെ കുറെ തെറി പറയുക, ഇതേ പറ്റത്തുള്ളൂ. വൃത്തിക്ക് അത് ചെയ്യുന്നുണ്ട്, എനിക്കതാ മനസ്സിലാക്കാൻ സാധിച്ചത്. ഓക്കെ, ഇനിയും വേറൊരു ഐറ്റം. അയ്യോ, ഈ ഐറ്റത്തെ പറ്റി എനിക്ക് പറയുമ്പോ തന്നെ എന്നാ പോലെ. ഞാൻ ഈ ഐറ്റത്തിന്റെ പേര് ഞാൻ പറയത്തില്ല കേട്ടോ, പേര് ഞാൻ പറയത്തില്ല. ചിലപ്പോൾ ഈ വീഡിയോ പോലും ഈ ഐറ്റത്തിന്റെ ബ്ലർ ചെയ്തായിരിക്കും കാണിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ആണും പെണ്ണും കെട്ട ഒരു മുതല്, ഡഷി. ആ പേര് ഞാൻ പറയത്തില്ല, ഡഷി. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഡഷി എന്ന് പറയുന്ന ഒരു മോനോ മോളോ എന്തോ കെട്ടൊരു ഐറ്റം. ആ ഐറ്റം ഇരുന്ന് രേണുവിനെ പറ്റി വെളുപ്പിക്കുന്ന വെളുപ്പീര്, എന്റെ പൊന്നെ. ഈ ഐറ്റത്തിന്റെ വീഡിയോ എന്റെ ചാനലിൽ കാണിക്കാൻ പറ്റത്തില്ല. കാണിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയത്തില്ല, എനിക്ക് ഇതുപോലത്തെ ഐറ്റങ്ങളെ വലിയ താല്പര്യമില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ സാധനങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ അപ്പം എനിക്ക് യൂട്യൂബിന്റെ അടിയാ, അപ്പം ആക്സൂട്ടബിലിറ്റിയാ, എനിക്കറിയാൻ പാടില്ല എന്താണെന്ന്. അതുകൊണ്ട് ഈ ഐറ്റത്തിന്റെ വീഡിയോ ഞാൻ ബ്ലർ ആക്കിയേ കാണിക്കുന്നുള്ളൂ. പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഒന്ന് കേക്ക്, നിങ്ങൾ ഇത് കേൾക്കണം. നിങ്ങൾ കേൾക്കേണ്ട സാധനം തന്നെ, എന്റെ പൊന്നെ. ഇതുപോലെ ഓരോന്നൊക്കെ വന്ന് ഇറങ്ങിക്കോളൂ എന്റെ പ്രിയപ്പെട്ടവരെ. കണ്ടാലോ നമുക്ക്, പിടിച്ചോ. ഒന്നാമത് കിച്ചു എന്ന് പറയുന്നത് ചേച്ചി സ്വന്തം മോനല്ല. സുധേഷിന്റെ മൂന്നാമത്തെ കല്യാണത്തിനുണ്ടായ കല്യാണമാണ് രേണു ചേച്ചിനെ. എന്താ കിച്ചു മൂന്നാമത്തെ കല്യാണത്തിലുണ്ടായ പറയാൻ പഠിക്കേ. ആദ്യമേ നാക്ക് പുറത്തേക്കിട്ട് സംസാരിക്കാൻ പഠിക്കേ. എന്താ വിളിക്കുക ഇപ്പൊ ഈ സാധനത്തിനെ? നിങ്ങൾ പറ, എനിക്ക് എന്ത് വിളിക്കണമെന്ന് അറിയാൻ പാടില്ല. എന്റെ സുക്രി മിക്രി മൂന്നാമത്തെ കല്യാണത്തിൽ ഉണ്ടായ മൂന്നാമത്തെ രേണു ചേച്ചി, എന്നാ നാലാമത്തെ രേണു ചേച്ചി എന്ന് പറയും. എടീന്ന് വിളിക്കണോ എടാന്ന് വിളിക്കണോ? ബാക്കി കേക്കാം. കല്യാണന്റെ ആദ്യത്തെ മോനാണ് കിച്ചു. അതിന് രണ്ടാമത്തെ കല്യാണം, പിന്നെ മൂന്നാമത്തെ കല്യാണത്തിലാണ് രേണു ഉണ്ടാവുന്നത്. അപ്പൊ എന്താ മൂന്നാമത്തെ കല്യാണത്തിൽ രേണു ഉണ്ടായ? എന്താ ഐറ്റം ഒക്കെ ഇത്? എന്താ ഐറ്റം ഇത്? നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഈ സാധനത്തിനെ? പേര് ഞാൻ ഒന്നുകൂടെ മറ്റേ അഷി, മുമ്പില് ജഷി, ആ ഐറ്റം ഒക്കെയാ വന്നിരുന്ന് പറയുന്നത് മൂന്നാമത്തെ കല്യാണത്തിൽ രേണുച്യുതി ഉണ്ടായെന്ന്. ഇതിന്റെ ഫ്രണ്ട് ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന ആരാടേ? ഒരെണ്ണം നെറുകുന്തല നോക്കി, ബാക്കി കേക്കാം. ആ ഒരു രേണു, ഒരു മൂന്നാനമ്മ ഒരു മോനെ എങ്ങനെയാണോ പ്രൊട്ടക്ട് ചെയ്യുന്നത്, സ്നേഹിക്കുന്നത്, ആ രീതിയിൽ രേണു ചേച്ചി നന്നായിട്ട് ആ കുട്ടീനെ നോക്കുന്നത് എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഈ 300 രൂപ 200 രൂപ ഒന്നല്ല, അത്യാവശ്യം നല്ല എമൗണ്ട് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ട വ്യക്തി, അപ്പൊ എനിക്കത് പറയാം. കാരണം എനിക്ക് അതിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല.
പൈസ ഇട്ട് കൊടുക്കുന്ന ഈ ഐറ്റവും കണ്ടിട്ടുണ്ടെന്ന്. എടാ ഇത് ഈ ഐറ്റങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ. രേണുസുതി പൈസ ഇട്ട് കൊടുക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. രേണുസുതിയുടെ 2 അടിമകളുണ്ടല്ലോ, ഒരു മറ്റേ ഷജീന വ്ലോഗ്സും പിന്നെ വേറെ ശ്രീതുവാ. അതുങ്ങളും പറയുന്നത് കേട്ടു. ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ രേണുസുതി പൈസ ഇട്ട് കൊടുക്കുന്നത്. ഞങ്ങൾ കേട്ടായിരുന്നു കേട്ടോ വിളിച്ച് കാശി ചോദിക്കുന്നത്. രേണുസുതി, നിനക്ക് നാണമില്ലേ? നാണമില്ലേ നിനക്ക്? ആ ചെറുക്കൻ പൈസ വിളിച്ചു ചോദിക്കുമ്പോൾ കൂടിയിരിക്കുന്ന എല്ലാത്തിനെയും കേൾപ്പിക്കാൻ ഇതുപോലുള്ള സാധനത്തിനെ പോലും നീ കേൾപ്പിച്ചിട്ടുണ്ടല്ലോ. നാണമില്ലേ രേണുസുതി? ഇതുങ്ങളൊക്കെ എന്തോ വലിയ കാര്യം ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ പറയുമ്പോൾ ഒരു ഇച്ചിരി ഉളുപ്പ്. ഒരമ്മയും മോനും തമ്മിലുള്ള വളരെ പേഴ്സണലായിട്ടുള്ള പൈസയുടെ ഇടപാടുകളിൽ പോലും അത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അത് കേൾപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ എന്തോ വലിയ കാര്യം. രേണുവിനെ ഭയങ്കരമായിട്ട് അങ്ങ് സപ്പോർട്ട് ചെയ്ത് കയറ്റുന്നതാണൊക്കെ ഈ ഐറ്റങ്ങളൊക്കെ വിചാരിക്കുന്നത്. എന്നാൽ രേണുവിനെ കല്ലെറിയാനുള്ള അടുത്ത സാധനം ഒപ്പിച്ചു കൊടുക്കുവാന്ന് ഈ മണ്ടബുദ്ധികൾക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? ഇനി വേറൊരു ഐറ്റം ഉണ്ട്, ഇതും കൂടെ ഒന്ന് കണ്ടു. ഓരോന്നൊക്കെ ഇറങ്ങിക്കോളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടാ. നിങ്ങൾ കാണുന്നുണ്ടോ ഈ ഐറ്റങ്ങളൊക്കെ? അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അതിനകത്തൂടെ കണ്ടോ? മൊത്തം കാണണം കേട്ടോ വീഡിയോ. പകുതിക്ക് വെച്ചിട്ടിട്ട് പോവല്ലേ. കാണും. അപ്പൊ അവരുടെ കയ്യിൽ അവരുടെ ലൈഫിൽ ഫസ്റ്റ് വന്ന കുഞ്ഞാണത്. അതിനുശേഷമാണ് റിതപ്പൻ വന്നേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് അവര് ഒരമ്മ സ്ഥാനം അവര് നൽകിയതും ഒരു മകനായിട്ട് അവർ സ്വീകരിക്കുകയും ചെയ്തേക്കുന്ന ഈ കുട്ടീനെയാണ്. അപ്പൊ അത്രമാത്രം അവർക്കൊരു വിഷമം ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടി എന്താണ് അങ്ങനെ പറഞ്ഞെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു എന്തോ ചുറ്റുപാടുമുള്ള ആരൊക്കെയോ കൂടിയിട്ട് ആ കുട്ടിക്ക് ചിലപ്പോൾ എന്തെങ്കിലും പൈസ കൊടുക്കാന്നോ അല്ലെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞ് മാറ്റിയ ഒരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചുറ്റുപാടുള്ള ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മക്കള് പൈസ എന്ന് ഈ ഒരു ഐറ്റം ഇപ്പൊ ഇരുന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പൈസയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരു മോൻ സ്വന്തം അമ്മയെ തള്ളി പറയുമോ? പൈസയ്ക്ക് വേണ്ടി എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്നങ്ങളെ സത്യം പറഞ്ഞാൽ ഫ്രണ്ടിൽ ഇരിക്കുന്നത് ആരാണെങ്കിലും ഒന്ന് ചെരുപ്പൂരി അടിക്കാൻ തോന്നുന്നില്ലേടേ? ഇതിനെയൊക്കെ പിടിച്ചിരുത്തി ഇതിനോടൊക്കെ ഈ കഥ ചോദിക്കുമ്പോൾ അല്ല, എനിക്കത് എൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുള്ളൊരു ഒരു സംശയം അതാണ്. ഇതിൻ്റെയൊക്കെ കേട്ടോണ്ടിരിക്കുന്നതിന് പകരം ചെരുപ്പൂരി അടിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോധമുള്ളവർ ഇതിനെയൊക്കെ ഇല്ലേ? ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വരാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.